നമസ്കാരം. നമ്മൾ ജൂൺ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില, അതിൻ്റെ സാമാന്യ ഫലങ്ങൾ എപ്രകാരമായിരിക്കുന്നുവെന്നാണ് പറയുന്നത്. മെയ് മാസം 1-ാം തീയതി വ്യാഴ രാശിമാറ്റമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി പ്രകാരം മേടം തുടങ്ങി 12 കൂറുകാർക്ക് ജൂൺ മാസത്തിലെ പൊതുവായ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ 15 നാഴിക ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ അനുകൂലമായിരിക്കും. വ്യാഴം 2-ലാണ് നിൽക്കുന്നത്, ശനി 11-ലുമാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടായേക്കും. നിങ്ങളിൽ പലർക്കും പുതുതായി നല്ല സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ്. സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് നിങ്ങളുടെ പുതിയ സംരംഭം വിജയിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് പൊതുവെ വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഈ ജൂൺ മാസത്തിൽ പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ്. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. കുടുംബപരമായ കാര്യങ്ങളിൽ പല ഗുണാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധി, പുരോഗതി ഇവയൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അത് തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങിവെക്കാനുള്ള സാഹചര്യമുണ്ടാകും. നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുള്ള അവസരവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും. ഉപരിപഠന വിഷയങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നേറാൻ അവസരമുണ്ടാവുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്രതീക്ഷിതമായി ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. രാഹു 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. പൊതുവെ എല്ലാ കാര്യങ്ങളിലും കൂടുതലായി ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കുന്നത് മേടക്കൂറുകാർക്ക് ഈ അവസരത്തിൽ നല്ലതാണ്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കണം. കുടുംബ ബന്ധങ്ങൾ നന്നായി കൊണ്ടുപോകുന്നതിന് വളരെ ആലോചനാപൂർവം എല്ലാവരോടും ഇടപെടേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ സമൃദ്ധി കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായിട്ടുണ്ടാവുകയും ചെയ്യും. കലാരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപൂർവമായ പല അവസരങ്ങളും ഈ മാസം ലഭിച്ചേക്കാം. മേടക്കൂറിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള സാമാന്യമായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ഗ്രഹസ്ഥിതി പരിശോധിച്ച് ഉചിതമായ പ്രതിവിധികൾ ചെയ്യുന്നതായാൽ എല്ലാ രീതിയിലും പുരോഗതി ഈ മാസം പ്രതീക്ഷിക്കാം. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക അവസാന 45 നാഴിക, രോഹിണി, മകയിരം ആദ്യത്തെ 30 നാഴിക ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് സാവധാനം ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം വന്നു ചേരും. വളരെ ശ്രദ്ധാപൂർവം പഠനപൂർവം നിങ്ങളുടെ പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ക്രമമായി അത് പുരോഗതിയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. വളരെ ശ്രദ്ധാപൂർവം ശരിയായി ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കാം. ഉപരിപഠന കാര്യത്തിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം.
നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമാന്യമായ രീതിയിൽ നല്ല പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വളരെ നന്നായി ആലോചിച്ച് കാര്യങ്ങൾ വിലയിരുത്തുക. ആത്മാർത്ഥതയുള്ള, നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി അറിവുള്ള ഉത്തമ സുഹൃത്തുക്കളോട് ചർച്ചകൾ നടത്തുക. ഇതൊക്കെ ഗുണം ചെയ്യും. വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായ കാര്യങ്ങളിൽ വളരെയധികം കരുതലും ആത്മനിയന്ത്രണവും സംഭാഷണങ്ങളിലൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ സാമാന്യമായി ശ്രദ്ധിക്കുക. പണമിടപാടുകളൊക്കെ സൂക്ഷിച്ച് നടത്തുക. പൊതുവായിട്ടുള്ള ഇടവക്കൂറിൻ്റെ ഫലമാണ് പറഞ്ഞത്. നിങ്ങളുടെ വ്യക്തിപരമായ കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഗ്രഹസ്ഥിതി പരിശോധിച്ച് ഉത്തമമായ പ്രതിവിധികൾ ചെയ്യുന്നതായാൽ സർവ്വരീതിയിലും പുരോഗതിക്ക് സാധ്യതയുണ്ട്. മിഥുനക്കൂറാണ് അടുത്തത്. മകയിരം അവസാന 30 നാഴിക, തിരുവാതിര, പുണർതം ആദ്യ 45 നാഴിക ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. 12ലാണ് വ്യാഴം നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ ശനിയും. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. തൊഴിൽപരമായ കാര്യങ്ങളിൽ അത്ര കണ്ട് തൃപ്തികരമല്ലാത്ത ചില മാറ്റങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ച് വേണ്ടത് ചെയ്യുക. നിങ്ങളിൽ ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നേക്കാം. പുതിയതായി തുടങ്ങുവാൻ പോകുന്ന കർമ്മ മേഖലയെപ്പറ്റി നന്നായി സൂക്ഷ്മമായി പഠനം നടത്തി എല്ലാ വശങ്ങളും ചിന്തിച്ചു തന്നെ ചെയ്യണം. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങൾക്കും ഇടയുണ്ട്. ശ്രദ്ധിച്ച് ഓരോ കാര്യത്തിലും തീരുമാനമെടുക്കുക. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങൾ, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ, കച്ചവടത്തിൻ്റെ അളവ് കുറയുക തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കാര്യങ്ങളൊക്കെ നന്നായി നിരീക്ഷിച്ചു വേണ്ടത് ചെയ്യുകയാണ് ഉത്തമം. നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. കസ്റ്റമർമാരുമായുള്ള നല്ല ബന്ധം നിലനിർത്താൻ ഉചിതമായി ചിന്തിച്ചു പ്രവർത്തിക്കുക. ധൃതിയിൽ ഒരു തീരുമാനമെടുക്കാതിരിക്കുക. കാര്യവിവരവും നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി അറിവും നിങ്ങളോട് ആത്മാർത്ഥതയുമുള്ള ഉത്തമ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നന്നായിരിക്കും. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നേക്കാം. വളരെ ശ്രദ്ധാപൂർവം വസ്തുതകൾ മനസ്സിലാക്കി ശരിയായി ശ്രമിച്ചാൽ പ്രയാസങ്ങൾ കൂടാതെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വിവാഹ ആലോചനകളിൽ ഒരല്പം മന്ദഗതി അനുഭവപ്പെടാം. കൂടുതൽ ശ്രദ്ധാപൂർവം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനുള്ള സാഹചര്യം വരാം. സംഭാഷണങ്ങളിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുക. ഓരോ സാഹചര്യങ്ങളും ശരിയായി മനസ്സിലാക്കി വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ സൂക്ഷിക്കുക. ഇതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക. സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. വ്യക്തിപരമായി നിങ്ങളുടെ ശരിയായ സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി ചെയ്യുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് നല്ല വിജയത്തിൽ എത്താനുള്ള വഴി തെളിയും. അടുത്തത് കർക്കടകക്കൂറാണ്. പുണർതം അവസാന 15 നാഴിക, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കടകക്കൂറുകാർക്ക്
ജൂൺ മാസം എപ്രകാരമായിരിക്കുന്നുവെന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പൊതുവെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കാനായിട്ട് അവസരം ലഭിക്കുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സന്ദർഭം വന്നു ചേരും. നിങ്ങളുടെ പുതിയ പ്രവർത്തന മേഖലയെപ്പറ്റി നന്നായി ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ ചെയ്ത് മുമ്പോട്ട് നീങ്ങണം. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മുമ്പോട്ട് പോവുക. സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ പുതിയ പ്രവർത്തന മേഖലയിൽ നല്ല വിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കൂറുകാരെ സംബന്ധിച്ച് അപൂർവമായ കഴിവുകൾ ഉൾക്കൊള്ളുന്ന സ്വഭാവ പ്രത്യേകതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കഴിവുകളെ ശരിയായി വിനിയോഗിച്ചാൽ തന്നെ വളരെ നേട്ടങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. പക്ഷേ താൽക്കാലികവും സ്ഥിരമല്ലാത്തതുമായ തോന്നലുകളുടെയും ഉപദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉചിതമല്ലാത്ത കർമ്മ വഴികളിൽ പോകുമ്പോഴാണ് പലപ്പോഴും പരാജയങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. ഉപരിപഠനങ്ങളിൽ നേട്ടങ്ങൾ ലഭിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സന്ദർഭമാണിത്. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുവാൻ കഴിയും. സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനുള്ള വഴി തെളിയുന്നതാണ്. പുതിയ മേഖലയിൽ പ്രവർത്തനം തുടങ്ങുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാനുള്ള സന്ദർഭവും കൂടെ വന്നു ചേരും. ശരിയായ വസ്തുത പഠനത്തിലൂടെ മുമ്പോട്ട് നീങ്ങുന്നതായാൽ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. കുടുംബപരമായിട്ട് പൊതുവെ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ പുരോഗതിയിലും അഭിവൃദ്ധിയിലുമൊക്കെ സന്തോഷം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ചിന്തിച്ച് ചെയ്യുക. സാമാന്യമായ ഫലങ്ങളാണ് ഇതൊക്കെ. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ കാര്യങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് സന്ദർഭോചിതമായ നല്ല പ്രതിവിധികൾ ചെയ്യുന്നതായാൽ എല്ലാ കാര്യത്തിലും വിജയമുണ്ടാകും. ചിങ്ങക്കൂറാണ് അടുത്തത്. മകം, പൂരം, ഉത്തരത്തിൽ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ എളുപ്പന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എല്ലാ സാഹചര്യങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു പഠിച്ച് വേണ്ടതുപോലെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പുതിയതായി ചില സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ഉണ്ടായെന്ന് വരാം. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതികൂല പശ്ചാത്തലമൊക്കെ അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ സാഹചര്യമെല്ലാം വളരെ നന്നായി പഠിച്ചു തന്നെ ചെയ്യണം. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. കസ്റ്റമർമാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നന്നായി നിരീക്ഷിച്ച് അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടതുപോലെ ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച് വേണ്ടതുപോലെ ചെയ്യുന്നതായാൽ നല്ല രീതിയിൽ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. അതോടൊപ്പം വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമ്പൂർണമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. കന്നിക്കൂറാണ് അടുത്തത്. ഉത്തരത്തിൽ അവസാന 45 നാഴിക, അത്തം, ചിത്തിര ആദ്യ 30 നാഴിക ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ
ജൂൺ മാസം പൊതുവെ വളരെ അനുകൂലമായിരിക്കും. വ്യാഴം 9-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ശനി 6-ലുമാണ്. കർമ്മരംഗത്ത് പുതിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ സന്ദർഭം വന്നു ചേരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുടങ്ങാൻ പോകുന്ന പുതിയ മേഖലയെപ്പറ്റി ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല പുരോഗതി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാനുള്ള അവസരവും വന്നു ചേരും. നിലവിലുള്ള കർമ്മരംഗത്ത് വളരെ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. IT മേഖലകളിലും ബിസിനസ് മേഖലകളിലുമൊക്കെ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നിലവിലുള്ളതിൽ നിന്നും വളരെ ഉയർച്ച കൈവരിക്കാനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും. സിനിമ സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഈ ജൂൺ മാസത്തിൽ പുതിയ അവസരങ്ങൾ പലതും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വരാൻ പോകുന്ന കാലത്ത് നല്ല ഉയർച്ചയും പുരോഗതിയും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് വളരെയധികം വിജയം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ കച്ചവട മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനുമുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരും. എല്ലാ രീതിയിലും വളരെയധികം ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇത്. വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായ സാഹചര്യങ്ങളിൽ കൂടുതൽ സന്തോഷാവസ്ഥ അനുഭവപ്പെടും. വ്യക്തിപരമായി നിങ്ങളുടെ കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ രീതിയിൽ സൂര്യരാശി ജാതക ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ നല്ല വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. തുലാക്കൂറാണ് അടുത്തത്. ചിത്തിര അവസാന 30 നാഴിക, ചോതി വിശാഖം ആദ്യ 45 നാഴിക, ഇത്രയും ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാം. സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ അത്ര തൃപ്തികരമല്ലാത്ത സാഹചര്യം അനുഭവപ്പെടാം. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും സാമ്പത്തിക നഷ്ടങ്ങളും പ്രതികൂല അനുഭവങ്ങളും ഒക്കെ വരാൻ ഇടയുണ്ട്. വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നഷ്ടങ്ങൾ അനുഭവപ്പെടാം, സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ കച്ചവട രംഗത്ത് പ്രതികൂല മാറ്റങ്ങൾ അനുഭവപ്പെടാം. സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ വരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്ത സ്ഥിതി അനുഭവപ്പെടാം. ബിസിനസ്സിൻ്റെ ആകെയുള്ള അളവ് കുറയുകയും ചെയ്യാം. ഇതൊക്കെ ശ്രദ്ധിച്ചു വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ നന്നായി ശ്രദ്ധിക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുക. കസ്റ്റമർമാരുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരുക. കുടുംബപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധാപൂർവം തന്നെ ഓരോന്ന് ചെയ്ത് മുമ്പോട്ട് പോകണം. അലസതയും ആലോചനക്കുറവും പാടില്ല. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും എല്ലായ്പ്പോഴും സ്വീകരിക്കണം. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പൊതുവെ ശ്രദ്ധിക്കുക. ഇതെല്ലാം പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. വ്യക്തിപരമായി നിങ്ങളുടെ ഫലം അറിയണമെങ്കിൽ സമഗ്രമായ
സൂര്യരാശി ചിന്ത ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്ത് ഇപ്പോഴത്തെ സമയത്തിന് ഏറ്റവും ഉത്തമമായ പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നതായാൽ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. വൃശ്ചികക്കൂറാണ് അടുത്തത്. വിശാഖം, ഒടുവിലത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട. ഇങ്ങനെയുള്ള വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. 7-ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാം. ദീർഘകാലമായി കിട്ടാനുണ്ടായിരുന്ന ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ അവസരമുണ്ടാകും. കർമ്മരംഗത്ത് അനുകൂല മാറ്റങ്ങളുണ്ടാകും. നൂതന പ്രവൃത്തി മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. കൂടുതൽ വിപുലമായിട്ടുള്ള കർമ്മ മേഖലയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ കർമ്മ മേഖലയെപ്പറ്റി സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതായാൽ എല്ലാ വിധത്തിലുമുള്ളതായ പുരോഗതിയും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിശേഷിച്ച് സിനിമ, സീരിയൽ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. വരാനിരിക്കുന്ന കാലത്ത് കൂടുതൽ പ്രശസ്തിയും ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ലഭിക്കും. ഉപരിപഠനത്തിൽ ലക്ഷ്യം കാണാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായി സ്വസ്ഥത ലഭിക്കുന്നതാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ കൂടുതൽ വിശദമായ വസ്തുതകൾ അറിയുന്നതിന് പ്രത്യേകമായി സൂര്യരാശി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തിന് ഏറ്റവും ഉചിതമായ പ്രതിവിധി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതായാൽ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്നതാണ്. ധനുക്കൂറാണ് അടുത്തത്. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ ആദ്യ 15 നാഴിക ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ജൂൺ മാസം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ച് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും. വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി അന്വേഷിച്ചു പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാൻ ഇടയുണ്ട്. സാമ്പത്തികമായി ചില നേട്ടങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചില പ്രതികൂല സാഹചര്യങ്ങൾ വരാം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില വിഷമങ്ങൾക്ക് സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ പശ്ചാത്തലവും പ്രത്യേകതയുമെല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ തീരുമാനമെടുത്തും മുമ്പോട്ട് പോകണം. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. കസ്റ്റമർമാരുമായുള്ള ബന്ധം നന്നായി തുടരണം. തുടങ്ങിയ കാര്യങ്ങളിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ വന്നേക്കാം. വളരെ നന്നായി ശ്രമിച്ചാൽ അതിനെ മറികടന്ന് നല്ല വിജയം നേടാം. കുടുംബപരമായും പൊതുവെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ആലോചനക്കുറവും അശ്രദ്ധയും കാരണം പോരായ്മകൾ ഉണ്ടാകരുത്. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്തുന്നതിന് നന്നായി ശ്രമിക്കുക. ഇതൊക്കെ പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിന് സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ നല്ല നേട്ടങ്ങൾ ഇനിയും കൈവരിക്കാവുന്നതേ ഉള്ളൂ. മകരക്കൂറാണ് അടുത്തത്. ഉത്തരാടം അവസാന 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യ 30 നാഴിക ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്.
ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നില്ല. അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും വന്നു ചേരാം. തൊഴിൽ മേഖലയിൽ ചില തൃപ്തികരമല്ലാത്ത മാറ്റങ്ങൾ അനുഭവപ്പെടാം. സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ അത്ര അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ നന്നായി ആലോചിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി നേടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായി പരിശ്രമിക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ വന്നേക്കാം. എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും ശരിക്ക് വിലയിരുത്തി ആ മേഖലയിൽ കൂടുതൽ അറിവുള്ളവരോട്, സ്വാതന്ത്ര്യമുള്ളവരോട് ചർച്ച ചെയ്ത് വേണ്ടതുപോലെ മുമ്പോട്ട് പോവുക. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തുക. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നൽകുക. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യക്തിപരമായി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സമ്പൂർണമായ സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്യുന്നതായാൽ എല്ലാ വിഷമങ്ങളും മറികടന്ന് നല്ല വിജയവും ഉയർച്ചയും ലഭിക്കും. കുംഭക്കൂറാണ് അടുത്തത്. അവിട്ടം നാളിൻ്റെ ഒടുവിലുള്ള 30 നാഴിക, ചതയം, പൂരൊരുട്ടാതി ആദ്യ 45 നാഴിക ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് ഈ ജൂൺ മാസത്തിൽ കാണുന്നത്. പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി അന്വേഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ടാകുന്നതാണ്. അന്യദേശങ്ങളിൽ IT ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ലഭിക്കും. കൂടുതൽ നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കും. കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുവാനുള്ള സന്ദർഭവും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി, ആഗ്രഹിക്കുന്നത് പോലെ ഉപരിപഠനം ഇതൊക്കെ കൈവരുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നു. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ സാമാന്യമായി ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണവും മറ്റും നടത്തുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും. ഇതൊക്കെ സാമാന്യമായ ഫലങ്ങളാണ്. വ്യക്തിപരമായി കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇങ്ങനെയുള്ള മീനക്കൂറിന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ജൂൺ മാസം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. അന്യദേശങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും ചിലപ്പോൾ താമസങ്ങൾ അനുഭവപ്പെടും. ഇങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടാം. വളരെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുക. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പഠിച്ച് വേണ്ടതുപോലെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. വിവാഹാലോചനകളിൽ ഒരല്പം കാലതാമസം അനുഭവപ്പെടും. പരിശ്രമം തുടരുക. കുടുംബത്തിലെ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. സംഭാഷണങ്ങളിൽ
കരുതലും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ്. ചില ചെറിയ അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിൽ അനുഭവപ്പെടാം. അതെല്ലാം ശ്രദ്ധയോടുകൂടി പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. മനസ്സിന് സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുക. സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നത് വളരെ ഗുണം ചെയ്യും. നമസ്കാരം.